ബാങ്കോക്കിന്റെ തെരുവീതികളിൽ കൂടി രാവിലെ തന്നെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. തായ്ലൻഡ് ട്രിപ്പ് എത്രയാ? 1 വീക്കോ 8 ദിവസമോ? യെസ്. നമ്മുടെ ബാങ്കോക്കിലെ ലാസ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഗ്രാൻഡ് പാലസ് ആണ്. ഇത് ബാങ്കോക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1782 അവിടുത്തെ ഒരു കിങ് രാമൽ എന്ന് പറയുന്ന ഒരാളാണ് ഇത് പണി കഴിപ്പിച്ചത്. ഞാൻ ഓടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കായിരുന്നേ. അപ്പോൾ ഒരാൾ കഴിയുമ്പോൾ അടുത്തൊരാൾ, അപ്പോൾ പെട്ടെന്ന് പോയി നിന്നില്ലെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ടൈമേ കിട്ടില്ല. അത്രയും ക്യൂ ആയിരുന്നു അവിടെ. ഈ കാണുന്നത് സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ കയറ്റാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പുറത്ത് നിന്നിട്ടാണ് ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തത്. ഈ ഗ്രാൻഡ് പാലസിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയതും അതുപോലെ തന്നെ അവിടെ ഉള്ളവരെ ഏറ്റവും പരിശുദ്ധമായി കാണുന്നതുമായ ഒരു പ്ലേസ് ആയിരുന്നു അത്. മോർണിംഗ് ഒരു 8:30 ടു വൈകിട്ട് ഒരു 3:30 വരെയാണ് ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം. പിന്നെ നമ്മൾ ഡ്രസ്സിംഗ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. കാരണം അതിനുള്ളിൽ തന്നെ അവരുടെ ബുദ്ധക്ഷേത്രമുണ്ട്. പിന്നെ അവർ അത്രയും പരിശുദ്ധമായി കണ്ട് ആരാധിക്കുന്ന ഒരു പ്ലേസ് ആയതുകൊണ്ട് മാന്യമായിട്ടുള്ള ഡ്രസ്സിംഗ് ആയിരിക്കണം. സ്ലീവ്ലെസ് പാടില്ല, മുട്ടിന് താഴെയുള്ള ഡ്രസ്സ് ആയിരിക്കണം. പിന്നെ ആണുങ്ങളാണെങ്കിൽ ഷോർട്ട്സ് ഇടരുത്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ, കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവിടെ. പിന്നെ ടിക്കറ്റ് നിരക്ക് വരുന്നത് 500 തായ് ബാത്താണ് ഫോറിനേഴ്സിന്. അവിടുത്തെ തായ് സിറ്റിസൺസിന് അത് ഫ്രീ ആണ്. അവിടെ ഇങ്ങനെ കുറേ താമരമുട്ടുകളും പിന്നെ ഒരു വലിയൊരു പാത്രത്തിൽ ഹോളി വാട്ടറും വെച്ചിട്ടുണ്ട്. ഇത് ഇവരുടെ ഒരു വിശ്വാസമാണ്. അവർ ഈ താമരമുട്ട് ആ ഹോളി വാട്ടറിൽ മുക്കിയിട്ട് തലയിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് സ്പർശിക്കും. അപ്പോൾ അതിലൂടെ അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം നടക്കും എന്നാണ് അവരുടെ ഒരു വിശ്വാസം. അതായത് ഈ ബുദ്ധമതത്തിൽ താമര എന്ന് പറയുന്നത് പരിശുദ്ധിയുടെയും ആത്മബോധത്തിൻ്റെയും പ്രതീകമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് താമര തലയിൽ വെക്കുമ്പോൾ ആത്മീയമായിട്ട് ഉണരുവാനും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുവാനും സാധിക്കുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഈ ഹോളി വാട്ടറിൽ താമര മുക്കി തലയിൽ വെക്കുന്നത് ബുദ്ധൻ്റെ ആശീർവാദം കിട്ടും എന്നും കൂടി അവർ വിശ്വസിക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വിശുദ്ധമായൊരു ഭാഗമായിട്ട് അവർ കാണുന്നത് തലയാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ തലയിൽ താമര സ്പർശിക്കുന്നതെന്നാണ് അവിടുത്തെ ഒരു വിശ്വാസം. ഗ്രാൻഡ് പാലസ് ഇഷ്ടപ്പെട്ട? ഗ്രാൻഡ് പാലസ് കൊള്ളാം. എവിടെ നിന്ന് എങ്ങനെ കാണണം എന്നൊരു ഭയങ്കര കൺഫ്യൂഷൻ അല്ലേ. കുറേ ഇങ്ങനെ ഉണ്ട്. കുട ഇത് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും, ബോറോ ചെയ്യാൻ പറ്റും. പൈസ ഒന്നും കൊടുക്കണ്ട. ജസ്റ്റ് നമ്മുടെ യൂസ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാം. വെയിലുണ്ട്. കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടൊന്നും കാര്യമില്ല. തലക്കത്ത് നല്ല വെയിലടിക്കും. നല്ല വെയിലുണ്ട്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗ്രാൻഡ് പാലസ് ഒക്കെ കണ്ട് റൂമിൽ ചെന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ നേരത്തെ എയർപോർട്ടിലേക്ക് പോവുകയാണ്.
ചാലഞ്ച് നമ്മുടെ അന്ത്യത്താതെ മെയിൻ ഡിഷെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഡെസേർട്ടാണ് പുഡിംഗ്. അതും നമ്മൾ ഏറ്റവും ആദ്യം കഴിച്ച ചിക്കി മാംഗോ റൈസ് വെച്ചു നിങ്ങൾ കാലൻ ട്രിപ്പിൻ്റെ പര്യവസാനത്തിലേക്ക് തിരിഞ്ഞു.